പാർട്ട് പറയുന്നു എഗൻസ്റ്റ് ഹൂം എ റീസണബിൾ കംപ്ലൈന്റ് ഹാസ് ബീൻ മെയ്ഡ്. ഒരു കംപ്ലൈന്റ് കൊടുത്തു. ഓർ ക്രെഡിബിൾ ഇൻഫർമേഷൻ ഹാസ് ബീൻ റിസീവ്ഡ്. വിശ്വസിക്കാവുന്ന ഒരു ഇൻഫർമേഷൻ കിട്ടി. ക്രെഡിബിൾ കേട്ടോ, ക്രെഡിബിൾ ഇൻഫർമേഷൻ കിട്ടി എന്ന് പറഞ്ഞാൽ പോരാ. ക്രെഡിബിൾ ഇൻഫർമേഷൻ ഹാസ് ബീൻ റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാവുന്ന. ഓർ റീസണബിൾ സസ്പീഷൻ എക്സെപ്റ്റ് ദാറ്റ് ഹി ഹാസ് കമ്മിറ്റഡ് കോഗ്നിസബിൾ ഒഫൻസ് പണിഷബിൾ വിത്ത് ഇംപ്രിസൺമെന്റ് ഫോർ എ ടേം വിച്ച് മേ ബി എക്സ്റ്റെൻഡ് ലെസ് ദാൻ 7 years. Less than 7 years or which may extend it to 7 years. Whether with or without a fine. 7 വർഷത്തിൽ കുറവാണെങ്കിലും പിന്നെ ഓർ മേ എക്സ്റ്റെൻഡ് ടു 7 years when വിത്ത് ഓർ വിത്തൗട്ട് ഫൈൻ. ഫൈനോട് കൂടിയോ അല്ലാതെയോ 7 വർഷത്തിൽ കൂടുതലുള്ളതോ അല്ലെങ്കിൽ 7 വർഷത്തിൽ കുറഞ്ഞതോ ആയ ശിക്ഷ കിട്ടുന്ന ഒരു കുറ്റം ചെയ്തു എന്ന റീസണബിൾ കംപ്ലൈന്റ് ഹാസ് ബീൻ റിസീവ്, ക്രെഡിബിൾ ഇൻഫർമേഷൻ ഹാസ് ബീൻ റിസീവ്, ഓർ റീസണബിൾ സസ്പീഷൻ എക്സിസ്റ്റ് ദാറ്റ് ഹി കമ്മിറ്റ് എ കോഗ്നിസബിൾ ഒഫൻസ് പണിഷബിൾ വിത്ത് ഇംപ്രിസൺമെന്റ്. അത് നമ്മൾ മുമ്പേ പറഞ്ഞു. അവിടുത്തെ കണ്ടീഷൻ എന്തൊക്കെയാ? ഫസ്റ്റ് കണ്ടീഷൻ റീസണബിൾ കംപ്ലൈന്റ് ഹാസ് ബീൻ റിസീവ്ഡ്. പുസ്തകം ഉണ്ടെങ്കിൽ അവിടെ റീസണബിൾ കംപ്ലൈന്റ് ഹാസ് ബീൻ റിസീവ്ഡ് വരച്ചു വെക്കണം. ക്രെഡിബിൾ ഇൻഫർമേഷൻ ഹാസ് ബീൻ റിസീവ്ഡ് വരച്ചു വെക്കണം. റീസണബിൾ സസ്പീഷൻ എക്സ്പെക്ട് ദാറ്റ് he has committed cognizable offense punishable with imprisonment for may less than 7 years or which may be extended 7 years with or without a fine if the following condition are satisfied. അങ്ങനെ വന്നാലും ശരി തന്നെ താഴെ പറയുന്ന വ്യവസ്ഥകളെല്ലാം പാലിച്ചിരിക്കണം. എന്തൊക്കെയാണ്? The police officer has reason to believe that on the basis of such a complaint, information or suspicion, such a person has committed said offense. അയാൾ ഒരു കോഗ്നിസബിൾ ഒഫൻസ് ചെയ്തിട്ടുണ്ട് എന്ന് എന്ത് വേണം? റീസണബിൾ ബിലീവ് വേണം. പിന്നെന്താ വേണം? കംപ്ലൈന്റ് കിട്ടി, ഇൻഫർമേഷൻ കിട്ടി, സംശയമുണ്ടായി. സംശയം ഉണ്ടായാലും അറസ്റ്റ് ചെയ്യാം. കംപ്ലൈന്റും ഇൻഫർമേഷൻ വേണ്ട. കംപ്ലൈന്റും ഇൻഫർമേഷൻ വേണ്ട, സംശയം ഉണ്ടെങ്കിലും അറസ്റ്റ് ചെയ്യും. അടുത്തത്, ദ പോലീസ് ഓഫീസർ ഈസ് സാറ്റിസ്ഫൈഡ് ദാറ്റ് സച്ച് അറസ്റ്റ് ഈസ് നെസസറി. അറസ്റ്റ് വളരെ നിർബന്ധമാണെന്ന് പോലീസ് ഓഫീസർക്ക് തോന്നണം. അടുത്തത്, ടു പ്രിവെന്റ് സച്ച് പേഴ്സൺ ഫ്രം കമ്മിറ്റിംഗ് എനി ഫർദർ ഒഫൻസ്. അടുത്തത് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യണല്ലോ. ഫോർ പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ദി ഒഫൻസ്. അവനെ കസ്റ്റഡി വെച്ചാലേ ഇൻഫർമേഷൻ നടത്തണം. അടുത്തത്, ടു പ്രിവെന്റ് സച്ച് പേഴ്സൺ ഫ്രം കോസിംഗ് എവിഡൻസ് ഓർ ഒഫൻസ് ഡിസപ്പിയറിംഗ് ഓർ ടാമ്പറിംഗ് വിച്ച് സച്ച് എവിഡൻസ് മേ ബി മാനർ. അത് മനസ്സിലായോ? അവൻ എവിഡൻസ് ടാമ്പർ ചെയ്യാം, എവിഡൻസ് നശിപ്പിക്കാൻ പറ്റും എന്ന് തോന്നിയാലും അറസ്റ്റ് ചെയ്യാം. അടുത്തെന്തോ പറഞ്ഞേക്കുന്നേ? ടു പ്രിവെന്റ് സച്ച് പേഴ്സൺ ഫ്രം മേക്കിംഗ് എനി ഇൻഡ്യൂസ്മെന്റ് ത്രെട്ട് ഓർ പ്രോമിസ് ടു എനി പേഴ്സൺ അക്വിന്റഡ് വിത്ത് ദ ഫാക്ട്സ് ഓഫ് ദ കേസ്. അവിടെ എന്ന് പറഞ്ഞാൽ സാക്ഷികളെ സ്വാധീനിക്കുമെന്ന് തോന്നിയാലും അറസ്റ്റ് ചെയ്യാം. മൊത്തം വായിക്കണ്ട, അങ്ങനെ പഠിച്ചാൽ മതി. സാക്ഷികളെ സ്വാധീനിക്കുമെന്ന് തോന്നിയാൽ അറസ്റ്റ് ചെയ്യാം. അടുത്തത്, ആസ് അൺലെസ് ദ പേഴ്സൺ ഈസ് അറസ്റ്റഡ് ഹിസ് പ്രസൻസ് ഇൻ ദ കോർട്ട് വെദർ റിക്വയർഡ് കനോട്ട് ബി എൻഷൂർഡ്. അവനെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ അവൻ നാട് വിട്ടു പോകും. കോടതിയിൽ അവനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അറസ്റ്റ് ചെയ്യാം. മനസ്സിലായല്ലോ? And the police officer shall record while making such arrest his reasons to his writing. എന്തുകൊണ്ടാണ് ഞാൻ അവനെ അറസ്റ്റ് ചെയ്യുന്നത് എന്ന് എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം. ഓക്കെ. അടുത്തത്, പ്രൊവൈഡ് ദാറ്റ്. ഇനി കണ്ടീഷൻ ഉണ്ട്. The police officer shall in the case whether the arrested person is not required under the provision of such record is reason is താഴെന്താ പറയുന്നേ? അവനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ മേൽ പറഞ്ഞ കണ്ടീഷൻ റെക്കോർഡ് ചെയ്യണം. അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ താഴെ പറയുന്ന കണ്ടീഷൻ റെക്കോർഡ് ചെയ്യണം. മനസ്സിലായോ? എന്താ പറഞ്ഞേക്കുന്നേ? Against whom the credible information has been received, he committed a cognizable offense punishable with imprisonment for even term which may extend to more than 7 years, whether such other fine of the death of sentence of the police officer has reason to believe that on the basis of information such a person has committed said offense. എന്താ പറഞ്ഞേക്കുന്നേ? അവൻ അങ്ങനെ ഒഫൻസ് ചെയ്തു എന്ന് അവൻ എന്തുകൊണ്ടിരിക്കണം? വിശ്വാസം ഉണ്ടായിരിക്കണം. നോട്ട് മേക്കിംഗ് അറസ്റ്റ്, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല അവൻ അങ്ങനെ ഒഫൻസ് ചെയ്തതായിട്ട്. ഓക്കെ. ആ പ്രൊവൈഡ് വായിച്ചു നോക്ക്. റൈറ്റിംഗ് ഫോർ നോട്ട് മേക്കിംഗ് അറസ്റ്റ് അല്ലേ? ഓക്കെ. അടുത്ത നോക്കൂ, ഡി. ഹു ഹാസ് ബീൻ പ്രൊക്ലൈംഡ് ആസ് ആൻ ഒഫൻഡർ എയ്തർ അണ്ടർ ദി സൻഹിത ഓർ ബൈ ഓർഡർ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ്.
അത് സൻഹിത പ്രകാരമോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ്